സോ ഇന്ന് ഞങ്ങൾ ഒരു വാൾമാർട്ട് ഹാൾ ആയിട്ടാണ് വന്നേക്കുന്നത്. വേറൊന്നുമല്ല, ഞങ്ങൾ ഇന്ന് എന്ത് ഗ്രോസറി വാങ്ങാൻ പോയി. അപ്പോ ആസ് യൂഷ്വൽ അതിവിടെ സ്ഥിരം ഓരോ ബൈ വീക്ക്ലിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്ന് വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന്. കാണട്ടെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഞാനിങ്ങനെ 3 ബാഗ്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എബിച്ചേട്ടൻ ക്യാമറയിൽ നിന്ന് വെളിയിൽ പോകും. അത് കുഴപ്പമില്ല, ഞാൻ ഇൻ ആൻഡ് ഔട്ട് ചെയ്തോളാം. ഓക്കെ ഓക്കെ. സോ കാഷ്യൂ നട്ട് ആണ് ആദ്യം. പിന്നെ ഇത് എബിച്ചേട്ടന്റെ ഒരു ഫേവറേറ്റ്. ഇത് ശരിക്കും മസ്റ്റ് ട്രൈ ആ കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. സോ ഇത് എളുപ്പമാ നമുക്ക് ചെയ്യാൻ വേണ്ടി. നല്ല ടേസ്റ്റ്. എയർ ഫ്രയർ വാങ്ങിച്ചത് കൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് കുറച്ച് അല്ല, ഞാൻ വേറെ നമ്മൾ ബാർ ആൻഡ് ഗ്രിൽസിലൊക്കെ പോയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ബീഫ് റിബ്സ് ലൈക്ക് പോർക്ക് റിബ്സ് എന്നൊക്കെ പറയുന്ന ഈ സെയിം സാധനം അവർ തരുന്നത്. എനിക്ക് ടേസ്റ്റിൽ ഒരു തുള്ളി വ്യത്യാസം തോന്നിയില്ല. പിന്നെ മാത്രമല്ല, എന്റെ ഹസ്ബൻഡ് ഒരു ഹണി ഗാർലിക് ഫാൻ ആണ്. എന്ത് സാധനം ഹണി ഗാർലിക്കിൽ കൊടുത്താലും കഴിക്കും. ഹണി ഗാർലിക് മാത്രമല്ല, മറ്റേ ഈ ഹോട്ട് ആൻഡ് സ്വീറ്റ്. എനിക്ക് എല്ലാ ആഹാരത്തിന്റെ കൂടെ സ്വീറ്റ് ആയിട്ടുള്ള സാധനം ബേസ് വരുന്നത് ഇഷ്ടമാണ്. അത് മതി, ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകും. ഇത് പറഞ്ഞു ഇത് എബിച്ചേട്ടന്റെ തന്നെയാണ്. ഇവള് ഷുഗർ കട്ട് ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒന്നും ഇവള് കഴിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കൂടുതലും ഷുഗറുള്ള സാധനങ്ങൾ അധികം കാണാൻ വേണ്ടി പറ്റും. സോ ഇത് സ്ട്രോബെറീസ് ആൻഡ് ക്രീമിന്റെ ഒരു ഇതാണ്. ഈ ബ്രാൻഡിന്റെ ഐസ്ക്രീംസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് നല്ല ഒരു ഐസ്ക്രീം സംഭവമാണ്. അപ്പൊ ഞങ്ങള് പിന്നെ വാങ്ങിച്ചത് സ്ട്രോബെറീസ് ആണ്. 2 സ്ട്രോബെറീസ് വാങ്ങിച്ചു. ഇത്തവണ എബിച്ചേട്ടനും സ്ട്രോബെറി വേണം എന്ന് പറഞ്ഞ്. നല്ല ഫ്രഷ് സ്ട്രോബെറി. അതെ, നല്ല സ്ട്രോബെറി. അതെനിക്ക് ഞാൻ അവിടെ ഒന്റാരിയോയിലായിരുന്നപ്പോ എനിക്ക് ഇത്രയും ഫ്രഷ് ആയിട്ട് സാധനം കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അകത്ത് ഒരുമാതിരി ആയിട്ടിരിക്കും. പക്ഷെ ഇതെല്ലാം സൂപ്പറാ. സൂപ്പർ. അത് നല്ല ഷെൽഫ് ലൈഫും ഉണ്ട്. കുറെ നാൾ ഇരിക്കും. 2 weeks, മോർ ദാൻ 1 week എന്തായാലും ഇരിക്കും. 1 week കൂടുതൽ എന്തായാലും ഇരിക്കും. പിന്നെ ഞങ്ങള് കിവി വാങ്ങിച്ചു. കിവിയും ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഫ്രൂട്ട് ആണ്. ലൈറ്റ് അടിച്ചു പോയോ? ഓക്കെ, ഞങ്ങളുടെ ഫ്രിഡ്ജിന്റെ ലൈറ്റ് അടിച്ചു പോയി ഗായ്സ്. ഓക്കെ, പിന്നെ ഒരേ ഒരു പാഷൻ ഫ്രൂട്ട് വാങ്ങിച്ചു. അത് എബിച്ചേട്ടന് മാത്രം. ഒരേ ഒരു പാഷൻ ഫ്രൂട്ട്. ഇത് എബിച്ചാന്റെ വീട്ടിലൊക്കെ വെറുതെ കായ്ച്ച് ഉണ്ടാവുന്ന സാധനം. ഞാൻ എബിച്ചാന്റെ വീട്ടില് ഇനിഷ്യൽ ഡേയ്സ് കല്യാണത്തിന് മുന്നേ പോകുമ്പോ എനിക്ക് അവിടെ നിന്ന് ഡാഡി ആദ്യമായിട്ട് തന്നിട്ടുള്ള ഒരു സാധനമാണ് പാഷൻ ഫ്രൂട്ട്. പിന്നെ ഞങ്ങള് ഇത്തവണ മാങ്ങ വാങ്ങിച്ചു. പുട്ട് മാങ്ങയില് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിന്റെ വ്ളോഗ് വരും. അരിപ്പുട്ടും പഴുത്ത മാങ്ങയും ബീഫ് ഫ്രൈയും കുഴച്ചടിക്കണം. ബീഫ് വാങ്ങിച്ചല്ല, പക്ഷേ കുഴപ്പമില്ല. നമ്മൾക്ക് കോസ്കോ പോകുന്നുണ്ട്. നമ്മൾ മീറ്റ് എപ്പോഴും കോസ്കോ എന്ന് മേടിക്കുന്നത്. അതാണ് ലാഭം. മീറ്റ് നമ്മൾ ഫ്രീസറിൽ ഫ്രോസൺ ചെയ്ത് വെക്കുമല്ലോ. സോ അടുത്ത ഞങ്ങള് ഈ മാൻഡറിൻ എന്ന് പറയുന്ന ഓറഞ്ച് ആണ് മെയിൻ ആയിട്ട് വാങ്ങാറ്. ഇത്ര കുട്ടി ഓറഞ്ച്. ക്ലെമന്റ്. ഓ, മാൻഡറിൻസ് അല്ലേ? അതെ, ക്ലെമന്റൈൻ എന്നല്ല പറയുന്നത് ഇതിനെ. പാറിന്റെ സെലക്ഷൻ പോരോ ഗൈസ്, പാറിന്റെ സെലക്ഷൻ പോരാ. എനിക്ക് ഇതിന്റെ അകത്ത് ഒരു ഓറഞ്ച് കാണാൻ ചീത്തായിട്ട് ഇരിക്കുന്നത്. വേണ്ടേ? ഒന്നല്ല 2 എണ്ണം പാറു. ഒന്ന് ഇത് അത് വെളിയിലെ ഒരു അത്. പിന്നെ ബനാന, പഴം. ചിക്കൻ ബനാന പഴം ഞങ്ങള് യൂഷ്വലി ഇവിടെ പൊതുവെ കഴിക്കാറുള്ളതായതുകൊണ്ട് അത് വാങ്ങിച്ചു. പിന്നെ ഓ മൈ ഗോഡ്, ദിസ് ഈസ് മൈ കോസ്മെറ്റിക് സാധനങ്ങൾ. പിന്നെ ഞങ്ങൾ അതും കാണട്ടെ ആൾക്കാരെ. ഞങ്ങൾ എപ്പോഴും അതൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞു തരത്തില്ല ഇവിടെ. ഞാൻ അതിന്റെ ഹോള് അല്ലാണ്ട് ഇടാം, അതുകൊണ്ടാണ് അത്. അതിന് ഹോളുണ്ടോ? ചുമ്മാ ഇരിക്കട്ടെ, കിടക്കല്ലേ അങ്ങ്. സോ നെക്സ്റ്റ് ഞങ്ങള് ഈ ഒരു എത്ര ലിറ്റർ ഇത്? 4 ലിറ്റർ ആണോ? യെസ്, ഞാനല്ലേ കുടിക്കുന്നത്. 4 ലിറ്റർ. 4 ലിറ്ററിന്റെ പാലാണ് എപ്പോഴും വാങ്ങാറ്. വിശ്വാസം എനിക്കറിയില്ല. ഇത് എന്റെ കെച്ചപ്പ്. ഇതാണ് ഞാൻ ഇത് ഞാൻ കോസ്കോന്ന് മേടിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം അവിടെ 2 എണ്ണം കിട്ടത്തില്ലായിരുന്നു വലുത്. എപ്പോഴും അങ്ങനെ പറഞ്ഞിട്ട് വാങ്ങാത്തത് കൊണ്ട് ഞാൻ ഇത്തവണയും ഇവിടെ നിന്ന് തന്നെ
ഈ സാധനം വാങ്ങിച്ചു. സോ നെക്സ്റ്റ് വൺ ഗാർലിക്. പിന്നെ ഞങ്ങളെപ്പോഴും എനിക്ക് എന്താണെന്നറിയില്ല, നമ്മുടെ നാട്ടില് ഇവിടെ മിക്കവരും ഈ യെല്ലോ ഓണിയൻ, അതിനെന്താ പറയുന്നത്, വേറൊരു ടൈപ്പ് ഓഫ് വൈറ്റ് ഓണിയൻ, അത് സ്വീറ്റ് അതാണ് വാങ്ങാറ്. പക്ഷെ നമുക്ക് നാട്ടിൽ ഈ ഓണിയൻ കഴിച്ച് നമ്മുടെ കറികൾക്ക് എപ്പോഴും ഈ ഒരു ഓണിയൻ ഇത് ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. സോ അത് വാങ്ങിച്ചു. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കവർ കഴിഞ്ഞു. സോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ബാഗ് നമുക്ക് ഇത്തവണ ഞാൻ ഒരു 4 മീറ്റ് പിസ്സ എടുത്തു. കാരണം ഇത് റൈസിംഗ് ആയിട്ടുള്ള ഇതാണ്, ഇങ്ങനെ തന്നെ വരും പൊങ്ങിയിട്ട്, നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഇതില് വെച്ചാ മതി. അത് നമുക്ക് ഞാൻ എന്തായാലും കഴിഞ്ഞ തവണ പോയപ്പോ ട്രേ വാങ്ങിച്ചു ഗൈസ്. അപ്പോൾ ആ ട്രേ ഉപയോഗിക്കാനായിട്ട് ഞാൻ ഇത്തവണ പിസ്സ വാങ്ങിച്ചു. ഇതൊക്കെയാ ഇവളുടെ വിനോദം. ട്രേ വാങ്ങിച്ചു, ട്രേയിൽ വെക്കാൻ വേണ്ടി പിസ്സ മേടിച്ചു. അപ്പോ ഇത് ഈ ഡേറ്റ്സ് നിങ്ങൾ ഇവിടെ കാനഡയിലുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ഈ ഡേറ്റ്സിന് നല്ല ടേസ്റ്റ് ആണ്. അല്ല, കുറെ ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ഉണ്ട്. രണ്ടെണ്ണം ഞാൻ കണ്ടോളൂ അവിടെ. ഒന്നൊരു അറബിയിൽ എഴുതുന്ന, ഒന്ന് ഇത്. എന്തായാലും ഈ ഡേറ്റ്സ് നല്ല രുചിയാണ്, നല്ല സ്വാദാണ്, നല്ല സ്വാദാ. സോ അടുത്തത് ഇത് എബിച്ചേട്ടൻ സ്പെഷ്യൽ ആണ്. ഇതിനെന്തോ പറയുന്നത്, ഫിഷ് ഫ്രൈസ്. അതെ, ഫിഷിന്റെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം. എനിക്ക് ഇഷ്ടമായത്. ഹെവിയും ആണ്, ലൈക്ക് അത്ര ഹെവിയും അല്ല, ബട്ട് നമുക്കൊരു വൺ ടൈം മീൽ പോലെ എടുക്കാൻ വേണ്ടി പറ്റിയതാ. രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച നിൽക്കും. സോ ഇത് നമ്മുടെ മൂങ് ദാല്, അതെ, പയറ് തോരനൊക്കെ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. ഈ പയറ് തോരൻ പൊതുവെ എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഈ ഇടയായി ഞാൻ തോരൻ വെക്കുന്നത് പറഞ്ഞു കൊടുക്കങ്ങ് ഇഷ്ടമല്ലെന്ന്. ഇഷ്ടമാണെന്നോ? എടാ ഇഷ്ടമാണെന്നോ? ചുമ്മാണ് ഗൈസ്, അത് ഇഷ്ടമാണ്. ഇത് ഞങ്ങളുടെ സ്ഥിരം ഫേവറേറ്റ് ആണ്. റോസ്റ്റഡ് ഗാർലിക് നമ്മൾ എല്ലാത്തിന്റെയും കൂടെ എടുക്കും. ചിക്കൻ കഴിക്കുമ്പോഴും, നൂഡിൽസ് കഴിക്കുമ്പോഴും, ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോഴും, ചപ്പാത്തി കഴിക്കുമ്പോഴും. പൊട്ടറ്റോ വാങ്ങിച്ചു. പിന്നെയും ഗാർലിക് നല്ല ചെലവാണ്. ഞങ്ങളിപ്പോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ട് ഇവിടെ വാങ്ങാൻ കിട്ടും. പക്ഷെ ഇപ്പൊ ഞങ്ങളത് വാങ്ങാറില്ല. എനിക്കെന്തോ അത് ഇട്ടിട്ട് അത്ര സ്വാദില്ല. നമ്മള് ശരിക്കുമുള്ള ജിഞ്ചർ ഗാർലിക് അരച്ച് ചേർത്തിട്ട് ടേസ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോ ഗൈസ്? സോ പിന്നെ ചപ്പാത്തി, ഇത് എനിക്കാണ്. പിന്നെ തക്കാളി, പപ്പാളി. ഇത് ചിക്കൻ ആണ്. നിങ്ങൾ നേരത്തെ കണ്ട ഫിഷിന്റെ ഇതായിരുന്നു, ഇത് ചിക്കന്റെ ഇതാണ്. ഇതെല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് പോവാനായിട്ട് ഇത് വരുമ്പോഴും, പിന്നെ എന്റെ ഹസ്ബൻഡിന് അത്ര വലിയ കുക്കിംഗ് അറിഞ്ഞൂടാ. എന്റെ കുക്കിംഗ് വീഡിയോ നിന്റെ വീട്ടിലുള്ളത് മൊത്തം. അത് ശരിയാ, കുക്കിംഗ് ചെയ്യുന്നതായിട്ട് കാണിച്ചേക്കുന്ന മൊത്തം വേവിച്ചായിട്ടായതുകൊണ്ട് എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് യൂട്യൂബിൽ പറയാൻ പറ്റത്തില്ല. ഓക്കെ, അത് പിന്നെ ഞങ്ങള് ബേബി ക്യാരറ്റ്സ് ആണ് വാങ്ങുന്നത് ഇപ്പൊ. അയ്യോ, ഈ ബേബി ക്യാരറ്റ്സിന്റെ സ്റ്റോറി അറിയാവോ? ഞാൻ നിനക്ക് പറയാൻ മറന്നുപോയി. ഇതറിയാവോ? ഇത് ആക്ച്വലി നീ പറ, ഈ ബേബി ക്യാരറ്റ്സ് എങ്ങനെയാ വരുന്നത്? എന്നാലും ചുമ്മാ പറ. ബേബി ക്യാരറ്റ്സ് എന്ന് പറയുമ്പോൾ നിന്റെ ആ ഫസ്റ്റ് ലൈക് തോട്ടിൽ എന്തായിരിക്കും വരുന്നത്? കുഞ്ഞു ക്യാരറ്റ്, ലൈക് മുളയ്ക്കുന്നതിന് മുന്നുള്ള കുഞ്ഞു ക്യാരറ്റ് അവരെടുത്തിട്ട് തരുന്നതല്ലേ? അങ്ങനെ അല്ലടാ മക്കളെ. അവര് ചീത്തായി പോകുന്ന ക്യാരറ്റിനെ അവർ കട്ട് ചെയ്ത് മെഷീനിൽ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യും. അപ്പൊ അവരിങ്ങനെ ഇങ്ങനെ കുഞ്ഞു 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 പീസായിട്ട് ഉരുണ്ട് വരും. എനിക്കത് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പം പോകുന്ന എന്റെ ജോലി സ്ഥലത്തുള്ള ഒരു ഹൗസ് മോമ എനിക്കത് പറഞ്ഞു തന്നത്. ഈ ശരിക്കും ഇത് അവിടെ കളയാൻ വേണ്ടി വെച്ചിരുന്ന ക്യാരറ്റ്സ് അവർ കട്ട് ചെയ്ത് മെഷീനിൽ ഇട്ടിട്ട് അങ്ങനെ കറക്കി ഇങ്ങനെ എന്തോ സാധനത്തിലിടും, ബിൻ പോലത്തെ. ഒരു ഐഡിയ കൊള്ളാല്ലേ. പക്ഷെ ഞാൻ ഇത് എടുക്കാൻ വേണ്ടി പറഞ്ഞത് എന്താ അറിയാമോ? ഇതാണെങ്കിൽ കുറെ എളുപ്പം മിക്സിയിലൊക്കെ ചോപ്പറിൽ അടിച്ചെടുക്കാനായിട്ട് എളുപ്പം. അതാണ്. പിന്നെ ഞാൻ ഇത്തവണ വാങ്ങിച്ച വേറൊരു സാധനം, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ വെയിറ്റ് ലോസ് നോക്കുന്നവരുണ്ടെങ്കിൽ
നമ്മൾക്ക് ഓട്സ് പോലെ നമുക്ക് ഉപ്മാ പോലെയൊക്കെ കഴിക്കാനായിട്ടും ഇതിന്റെ കുറെ റെസിപ്പീസ് ഉണ്ട്. ഞാൻ ഇതിന്റെ റെസിപ്പി എന്തെങ്കിലുമൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാം. ഇതേപോലത്തെ സാധനം മുമ്പ് നാട്ടില് പ്രാവിന് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ ഇരിക്കുന്നത്. ചിലപ്പോ അത് തന്നെ. ഞാൻ എന്റെ എന്റെ തത്തയ്ക്കായിരുന്നു ഞാൻ മറ്റേ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ് ഒക്കെ കൊടുത്തോണ്ടിരുന്നത്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് കഴിച്ചു തുടങ്ങി. നാട്ടിൽ വെച്ചും കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ പറയുന്നതല്ല. പക്ഷെ ഇവിടെയാണ് കൂടുതലും അത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ. സീഡ്സ് അങ്ങനെ. അപ്പൊ ഇത്രയാണ് ഞങ്ങൾ ഇന്ന് വാങ്ങിച്ചത്. തീർന്നു. ഇതാണ് $160 വാങ്ങിച്ച സാധനങ്ങൾ. കാനഡ പോരാ ഗൈസ്. അറിയില്ലേ? ഓ സോറി. $160 വാങ്ങിച്ചത്. നാട്ടിലെ ഒരു എത്ര രൂപ ആവുമായിരിക്കും? കാൽക്കുലേറ്റ് ചെയ്യോ? $100 എത്ര വരും? ഒരു 6000. ഒരു $200. എന്റെ ഒരു കാഴ്ചപ്പാടിൽ 200 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 12,000. അപ്പം 160 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നമുക്ക് ഗൂഗിളിനോട് ചോദിക്കാം ഗൈസ്. 160 CAD to INR 10,000 rupeesന് വാങ്ങിച്ച സാധനങ്ങളാണ് ഇത്രയും. ഓ മൈ ഗോഡ്. ഗ്രോസറി മേടിക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസം ജോലിക്ക് പോകണം. അതെ, സത്യമായിട്ടും. അല്ല, അതിനാണല്ലോ നമ്മൾ പോകുന്നത്. അതെ, പിന്നെ അല്ലാതെ പണിയെടുക്കുന്നത് ചുമ്മാ അല്ലല്ലോ. യെസ്. സോ ഇത്രയാണ് ഇന്നത്തെ ഹോൾ വീഡിയോ. ഹലോ, എന്റെ ഓക്കെ. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ ഞങ്ങൾ 10,000 rupeesന് കാനഡയിൽ നിന്ന് സക്സസ്ഫുള്ളി ഷോപ്പ് ചെയ്തിരിക്കുന്നു. പക്ഷെ ഈ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ കൂടിപ്പോയ ഒരു 1.5-2 ആഴ്ച ഫ്രൂട്ട്സ് ഒക്കെ ഷടിയെന്ന് തീരും. കാരണം പക്ഷെ പാറു ഒരുപാട് നന്നായി. പാറു ഇപ്പൊ ഭയങ്കര ഷോപ്പേഴ്സ് ഫ്രണ്ട്ലിയാ. ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോ വലിച്ചു വാരി സാധനങ്ങൾ വാങ്ങാറില്ല എന്നാണ്. പക്ഷെ വേറെ ഒന്നും കൂടെ ഉണ്ട്. മുമ്പാണെങ്കിൽ ഇവിടെ മറ്റേ ഇങ്ങനെ ട്രയൽ എടുക്കുന്ന പോലെ ഇങ്ങനെ ഓരോ അയലിലും കറങ്ങി. അപ്പൊ ഞാൻ ചോദിക്കും, എന്തിനാ നമ്മൾ ഇങ്ങനെ നടക്കുന്നത്? എനിക്ക് അങ്ങനെ ഷോപ്പ് ചെയ്യാനാണ് ഇഷ്ടം. നിങ്ങൾ പറയൂ, നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയൂ. എനിക്ക് എല്ലാം ഇങ്ങനെ ഫുൾ കറങ്ങി കണ്ട്. അതല്ല, അതിന്റെ റീസൺ ആണ് ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും അവള് റീസൺ പറയുന്നത്, എനിക്ക് നടക്കണ്ടേ, കുറച്ചെങ്കിലും ഞാൻ നടക്കണമെങ്കിൽ പാർക്കിൽ പോയി നടന്നാൽ പോലെ, എന്തിനാ വോൾമാർട്ടിന്റെ അകത്ത്? അല്ല, അത് മാത്രമല്ല, ഞാൻ ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്തതിന് ശേഷം, സസ്കാച്ചുവാനിലോട്ട് മൂവ് ചെയ്തതിന് ശേഷം ഞാൻ പുറത്തു പോകുന്നത് ഭയങ്കര കുറവാണ്. കാരണം തിരക്കാണ്. നമ്മൾ രണ്ടുപേരും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഷിഫ്റ്റ് ഉള്ളപ്പോ എബിച്ചേട്ടന് ഷിഫ്റ്റ് ഉണ്ടാവില്ല, എബിച്ചേട്ടന് ഷിഫ്റ്റ് ഉള്ളപ്പോ എനിക്ക് ഷിഫ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഫുൾ ടൈം വീട്ടിൽ. പിന്നെ എനിക്ക് ഇവിടെ അങ്ങനെ പോവാനും വലുതായിട്ട് സ്ഥലങ്ങളും ഇല്ല, ആൾക്കാരും ഇല്ല കാണാനായിട്ടൊന്നും. അപ്പോ പോവാനായിട്ട് ആകെ കൂടി ഞങ്ങൾ പോകുന്ന 2-3 വീടുകളിലാണ്. അതല്ലാണ്ട് വേറെ എങ്ങോട്ടും പോയിട്ടുമില്ല. ശരിക്കും 3 വീടുകളിലല്ലേ പോയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. ഒന്ന് വിക്കിന്റെ വീട്, ഒന്ന് കിരൺ ബ്രോന്റെ വീട്, ഒന്ന് ആകാശ് ബ്രോന്റെ വീട്. യെസ്, ഈ 3 വീടുകളിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോ എനിക്ക് പൊതുവെ അവിടെ ലണ്ടനിലായിരുന്നപ്പോ അടിക്കടി പുറത്തു പൊക്കോണ്ടിരുന്ന ഞാൻ ഇവിടെ വന്ന് ഫുള്ളി ഒരു ഇൻട്രോവേർട്ടായി തുടങ്ങി. ഞാൻ ഈ ഇടയ്ക്ക് ഇന്ന് റീല് കണ്ടു. എനിക്ക് അയച്ചു, ഞാൻ കണ്ടു. ഇൻട്രോവേർട്ട് ആൾക്കാരെ മാത്രമേ രക്ഷപ്പെടുത്തുള്ളൂ റീൽസിൽ പറയാൻ. ഇല്ല, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എന്റെ ഓഫീസിലാണെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ട് മലയാളികളല്ല. ഒരു 2 മലയാളികളെ ഉള്ളൂ. അതും ഞാൻ ഇരിക്കുന്നതുമായിട്ട് ഭയങ്കര ദൂരത്താണ് അവരുടെ സീറ്റ്സ്. പിന്നെ ഞാൻ പോയിട്ട് എവിടെയും ഒന്നും ചെയ്യാറില്ല. എന്റെ കനേഡിയൻസിന്റെ അതിപ്രസരമാണ്. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ രജായന ജീവിതം. സോ അപ്പോ എന്തായാലും നമ്മുടെ ഷോഗൊക്കെ മാറ്റിയിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ do like, share, comment please. Comment, give me at least one comment. I know few people are watching my videos. Please give me one comment. Just give me a heart or something like that. Okay, ഒരു ഹാർട്ട് കൊടുക്കൂ ഗയ്സ്. പാവം. Anyway, ഹാർട്ട് കൊടുക്കൂ. Okay, so വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേണമെങ്കിൽ പാറു നിങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ്. അയ്യോ അല്ല, ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾക്കും ഓൾമോസ്റ്റ് 4,000 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ ഞങ്ങള് ഇതിനു മുന്നേ ഒരു 1 month ബാക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ 5,000 ആവുമ്പോ ഒരു ഗിവ് അവേ ഉണ്ടായിരുന്നു. ഷോർ നമ്മൾ അത് ചെയ്യും.
യെസ്. അപ്പോ സ്റ്റേ ട്യൂൺഡ്. അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ എന്തായാലും വരുന്നതായിരിക്കും. ഷോർട്സിലൂടെ അല്ലെങ്കിൽ റീൽസിലൂടെ ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. രണ്ടിലൂടെയും അപ്ഡേറ്റ് ചെയ്യും. സോ യെസ്, ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. വി ലവ്